പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം ഈ സമയവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരു പ്രാവശ്യം കൂടെ കർത്താവ് അവസരമൊരുക്കി. ആമേൻ, ഹല്ലേലൂയ. അത് പറയുന്നതിൽ എനിക്ക് യാതൊരുവിധ മടിയുമില്ല. കാരണം ആമേൻ, കർത്താവ് സ്നേഹിച്ചതുകൊണ്ട്, കർത്താവ് ആമേൻ കരുതിയതുകൊണ്ട്, കർത്താവ് നടത്തിയതുകൊണ്ട്, ആമേൻ കർത്താവ് എന്നോട് ആ ദൈവിക സ്നേഹം കാണിച്ചതുകൊണ്ട് ആമേൻ ഒരു പ്രാവശ്യം കൂടെ ഈ ഭൂമിയിലായിരിക്കാൻ കർത്താവ് അവസരമൊരുക്കി. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദൈവവചനം പറയുവാൻ, ആമേൻ ഹല്ലേലൂയ, അനേകർക്ക് ആമേൻ ആശ്വാസമാകുവാൻ കർത്താവ് വീണ്ടും ഒരു അവസരം ഒരുക്കി. അതേ ഞാൻ പറയുന്നു, മറ്റാർക്കും ലഭിക്കാത്ത മഹൽ സന്തോഷം, മകൾ ഭാഗ്യം. ആമേൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ആ ദൈവത്തിൻ്റെ സ്നേഹം അറിയുവാൻ, കരുതൽ അറിയുവാൻ, ആമേൻ ദൈവത്തിൻ്റെ ആ കെയറിങ് അറിയുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ മറയ്ക്കുന്ന പോലെ, ചിറകിനടിയിൽ മറച്ച് പരിപാലിക്കുന്നത് പോലെ പ്രശ്നങ്ങൾ വരും, പ്രയാസങ്ങൾ വരും. ആമേൻ ശുശ്രൂഷ ലെവലിൽ നിൽക്കുന്നത് കൊണ്ട് ആമേൻ കഷ്ടതയില്ല, പ്രയാസമില്ല, ആമേൻ ഹല്ലേലൂയ, നിന്ദയില്ല, പരിഹാസമില്ല എന്നൊന്നും ആരും ചിന്തിച്ച് കളയരുതേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ മറച്ച് പരിപാലിക്കുന്നത് പോലെ, കഴുകൻ തൻ്റെ കുഞ്ഞിനെ ചിറകിന്മേൽ വഹിച്ച് പറക്കുവാൻ പഠിപ്പിക്കുന്നത് പോലെ ദൈവം ഓരോ ഘട്ടങ്ങളിലൂടെ, ഓരോ ആമേൻ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴും ആമേൻ ചില പുതിയത് പ്രാപിക്കുവാൻ, ചിലത് ആമേൻ ഹല്ലേലൂയ പിടിച്ചടക്കുവാനുള്ള ദൈവിക ശക്തി, ആമേൻ അത്യന്ത ശക്തിയാൽ കർത്താവ് നിറച്ചു പരിപാലിക്കുന്നു. കഴിഞ്ഞ ഓരോ മെസ്സേജുകളും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും ദൈവപ്രവർത്തിക്കും വിടുതലിനും കാരണമായി തീർന്നു എന്ന് കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് ഒത്തിരി ബന്ധനങ്ങളിൽ കിടക്കുന്ന, ഒത്തിരി കെട്ടുകൾക്കകത്ത് കിടക്കുന്ന, പാരമ്പര്യ മണ്ഡലങ്ങൾക്കകത്ത് കിടക്കുന്ന ഒത്തിരി പേരെ കർത്താവ് ഈ ദിവസങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു. ദൈവം അതിനായി നമ്മൾ ഏവരെയും ഒരുമിച്ച് സഹായിക്കട്ടെ. ആമേൻ ഹല്ലേലൂയ. ഇന്ന് ഈ സമയവും ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. മത്തായി സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. മത്തായി സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിച്ചു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. അതേ, നിന്റെ വിശ്വാസം വലുതാണെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ആമേൻ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിന്റെ വിശ്വാസം വലുതാണെങ്കിൽ ആമേൻ ഹല്ലേലൂയ, ഏത് പ്രശ്നമാകട്ടെ, ആമേൻ നിന്റെ വിശ്വാസത്തിൻ്റെ വലിപ്പം കണ്ട്, നിന്റെ വിശ്വാസത്തിൻ്റെ അളവറ്റ വലിപ്പം കണ്ട് നിനക്ക് വേണ്ടി ഇന്നും കർത്താവ് വലിയവ പ്രവർത്തിക്കും. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി, ദൈവവചനത്തിൻ്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ ആലോചനകളെ കേൾക്കുവാൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ. ഉള്ളം തകരുമ്പോൾ ശരണമേശു താൻ, ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശു താൻ. ഉള്ളം തകരുമ്പോൾ ശരണമേശു താൻ, ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശു താൻ. കണ്ണുനീർ തൂകുമ്പോൾ അരികിൽ വന്നിടും, കണ്ണുനീർ തൂകുമ്പോൾ അരികിൽ വന്നിടും. കണ്ണുനീർ വാർത്തവൻ എൻ കണ്ണുനീർ മാറ്റിടും, കണ്ണുനീർ വാർത്തവൻ എൻ കണ്ണുനീർ മാറ്റിടും. ശത്രുക്കൾ മുൻപാകെ മെഷിയൊരുക്കിയിടും, ശത്രുക്കൾ മുൻപാകെ മെഷിയൊരുക്കിയിടും. നിന്നിച്ചോർ മുൻപാകെ എന്നെ മാനിച്ചു നിർത്തിയിടും, എന്നെ നിന്നിച്ചോർ മുൻപാകെ മാനിച്ചു നിർത്തിയിടും. സോദരർ മുൻപാകെ നിന്ദിതനായിടിലും, സോദരർ മുൻപാകെ നിന്ദിതനായിടിലും. യബ്ബസിൻ ദൈവം താൻ മാന്യനായി തീർത്തിടും, എൻ്റെ യബ്ബസിൻ ദൈവം താൻ മാന്യനായി തീർത്തിടും. ഉള്ളം തകരുമ്പോൾ ശരണമേശു താൻ, ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശു താൻ. എന്നെ പകയ്ക്കുന്നോർ
കണ്ടു ലജ്ജിച്ചിടാൻ എന്നെ പകയ്ക്കുന്നോ, കണ്ടു ലജ്ജിച്ചിടാൻ നന്മയ്ക്കായി എന്നിൽ താൻ അത്ഭുതം ചെയ്തിടും, നന്മയ്ക്കായി എന്നിൽ താൻ അത്ഭുതം ചെയ്തിടും. പൊട്ടക്കിണറതിൽ ഞാൻ തള്ളപ്പെട്ടിടിലും, പൊട്ടക്കിണറതിൽ ഞാൻ തള്ളപ്പെട്ടിടിലും യോസഫിൻ ദൈവം താൻ എന്നെ മാനിച്ചുയർത്തിയിടും, എൻ്റെ യോസഫിൻ ദൈവം താൻ എന്നെ മാനിച്ചുയർത്തിയിടും. ഉള്ളം തകരുമ്പോൾ ശരണമേശു താൻ, ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശു താൻ. തീച്ചുള സിംഹക്കുഴി മധ്യ ഞാൻ വീണാലും, തീച്ചുള സിംഹക്കുഴി മധ്യ ഞാൻ വീണാലും ദൈവം തൻ പൊൻകരത്താൽ എന്നെ വിടുവിച്ചിടും, ദൈവം തൻ പൊൻകരത്താൽ എന്നെ വിടുവിച്ചിടും. ആഴി തന്നാഴവും അഗ്നി തന്നാളവും, ആഴി തന്നാഴവും അഗ്നി തന്നാളവും എന്നെ നശിപ്പിക്കില്ല, യേശു എൻ കൂടെയുണ്ട്, എന്നെ നശിപ്പിക്കില്ല, യേശു എൻ കൂടെയുണ്ട്. ഉള്ളം തകരുമ്പോൾ ശരണമേശു താൻ, ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശു താൻ. കണ്ണുനീർ തൂകുമ്പോൾ അരികിൽ വന്നിടും, കണ്ണുനീർ തൂകുമ്പോൾ അരികെ വന്നിടും. കണ്ണുനീർ വാർത്തവൻ എൻ കണ്ണുനീർ മാറ്റിടും, ഓ കണ്ണുനീർ വാർത്തവൻ എൻ കണ്ണുനീർ മാറ്റിടും. ഉള്ളം തകരുമ്പോൾ ശരണമേശു താനോ, ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശു താൻ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. ഉള്ളം തകരുമ്പോൾ നമുക്കുള്ള ശരണം കർത്താവാണ്. ആമേൻ. ഹല്ലേലൂയ. ഉറ്റവർ വെറുക്കുമ്പോൾ നമുക്കുള്ള ശരണം നമ്മുടെ കർത്താവാണ്. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവം, നമ്മുടെ കണ്ണുനീരുകളെ വാർത്തെടുക്കുന്ന ദൈവം, നമ്മുടെ കണ്ണുനീരുകളെ ഒപ്പിയെടുക്കുന്ന ദൈവം, നമ്മുടെ ശത്രുക്കൾ കാണെ നമുക്ക് വിരുന്നൊരുക്കുന്ന ദൈവം, നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവം, ശത്രുക്കളെ ആമേൻ കണ്ട് ലജ്ജിക്കുമാറ് നന്മയ്ക്കായി അടയാളത്തെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. അതേ പ്രിയ ദൈവമക്കളെ, ആമേൻ ഹല്ലേലൂയ, നന്മയ്ക്കായി കർത്താവ് നമുക്ക് ഈ ദിവസങ്ങൾ അടയാളം ചെയ്യുവാൻ പോകുന്നു. വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, അവൻ നന്മയ്ക്കായി എൻ്റെ ജീവിതത്തിൽ ഒരു അടയാളം നൽകുവാൻ പോകുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി നന്മയ്ക്ക് ഒരു അടയാളം, ഞാൻ ആമേൻ അസാധ്യമെന്ന് ചിന്തിക്കുന്ന ആ വിഷയത്തിൻ്റെ മേൽ എനിക്ക് നന്മയ്ക്കായ ഒരു അടയാളം കർത്താവ് എൻ്റെ ജീവിതത്തിന്മേൽ ചെയ്യുവാൻ പോകുന്നു. മത്തായി സുവിശേഷം ആമേൻ ഹല്ലേലൂയ 15-ാം അധ്യായം 28 നമ്മൾ വായിച്ചു, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. അതെ ആമേൻ, നിന്റെ വിശ്വാസം വലുതാകുവാൻ ആമേൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ ആലോചന പറയുക. പ്രൈസ് ദി ലോർഡ്. നിന്റെ വിശ്വാസം വലുതാണെങ്കിൽ ആമേൻ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാനുള്ള ദൈവിക കൃപ നിനക്ക് കർത്താവ് നൽകും. പ്രശ്നം എത്ര വലുതാകട്ടെ, പ്രശ്നത്തിന്റെ ആഴം എത്ര വലുതാകട്ടെ, പക്ഷെ നിന്റെ വിശ്വാസം ആമേൻ ഏറ്റവും വലുതാണെങ്കിൽ, നിന്റെ പ്രത്യാശ ഏറ്റവും വലുതാണെങ്കിൽ ആമേൻ ഹല്ലേലൂയ, നിന്റെ വിശ്വാസത്തിന്റെ അളവറ്റ വലിപ്പം കണ്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. വിശ്വാസത്തോടെ ആമേൻ പറ, എൻ്റെ വിശ്വാസം വർദ്ധിക്കുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ വിശ്വാസം ഞാൻ ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കുവാൻ പോകുന്നു. ആമേൻ. ആ വർധനവ്, വിശ്വാസത്തിന്റെ വർധനവ് ആമേൻ സ്ഥലം പോരാതവണ്ണം ചില മേഖലകളിലേക്ക് ഇറങ്ങുവാൻ പോകുക. ശംധന ദീപാലകസിയ അർത്ഥപ്രൗഢവന ദീപലഘടക ശംധനാദകൽ കടകസി. അതേ പ്രിയ കുടുംബമേ, അതേ പ്രിയ ആമേൻ മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിന്റെ വിശ്വാസം ഏറ്റവും വലുതാണെങ്കിൽ നീ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ വഴി നിനക്ക് വേണ്ടി കർത്താവ് തുറക്കും. ഒരിക്കലും നിനക്കത് ലഭിക്കത്തില്ലെന്ന് പറഞ്ഞ് മാനുഷികകരവും പൈശാചികകരവും ഒരുപോലെ വാദിക്കുമ്പോൾ, അതേ നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ വലിയൊരു സാമ്പത്തിക നന്മ പിശാച് പറയുന്നു നിനക്ക് ആമേൻ അത് തിരിച്ചു കിട്ടത്തില്ല, അതൊരിക്കലും
കിട്ടത്തില്ല. നീ ഒരു വലിയ ട്രാപ്പിനകത്ത് വീണുപോയി. പ്രിയ ദൈവവൈതലെ, നിന്നോട് ഞാനൊരു ദൂത് കൈമാറട്ടെ. നിന്റെ വിശ്വാസം വലുതാണെങ്കിൽ, നിന്റെ പ്രത്യാശ വലുതാണെങ്കിൽ, നിന്റെ വിശ്വാസത്തിന്റെ അളവറ്റ വലിപ്പം കണ്ട് നിനക്ക് വേണ്ടി ചിലത് പ്രവർത്തിക്കും. ആമേൻ. നീ ഇറങ്ങുന്നതിന് മുമ്പേ നീ ആമേൻ ചെന്ന് ആമേൻ ആ വ്യക്തിയോട് സംസാരിക്കുവാൻ നിൽക്കണ്ട. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ആ വ്യക്തിയുടെ ജീവിതത്തിന്മേൽ സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ ആ നന്മ നിന്റെ കരത്തിൽ നൽകുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഈ സ്ത്രീ ആരാ? ആമേൻ. ഹല്ലേലൂയ. ആ 15-ാം അധ്യായം ആമേൻ അതിന്റെ 21 മുതൽ 28 വരെ വായിക്കുമ്പോൾ നമുക്കവിടെ ഒരു കനാനിയ സ്ത്രീയെ കാണുവാൻ കഴിയും. ആമേൻ. അവൾ വലിയ വിശ്വാസത്തോടുകൂടെ, അവളുടെ ജീവിതത്തിനകത്തുള്ള വിശ്വാസം വലുതാ. കാരണം അവൾ ആമേൻ കർത്താവിന്റെ ആമേൻ ചില വിശ്വാസ പരിശോധനകൾ കൂടി അവൾക്ക് കടന്നു പോകേണ്ടി വന്നു. ആമേൻ. ആ പരീക്ഷകളിലും അവൾ തളരാതെ വണ്ണം അവളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചതല്ലാതെ അല്പം പോലും അവൾ പുറകിലോട്ട് മാറിയില്ല. അവളുടെ പ്രശ്നം വലുതായതുകൊണ്ട് അവൾ യേശുവിന്റെ അടുക്കൽ വരുവാൻ തയ്യാറായി. ആ കനാന്യ സ്ത്രീയുടെ പ്രത്യേകത ഒന്ന്, അവൾ യേശുവിന്റെ അടുക്കൽ വന്നു. അതെ, ആമേൻ, അവൾ യേശുവിന്റെ അടുക്കൽ വന്നു. പ്രിയ ദൈവ പൈതലെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ, പ്രിയ ആമേൻ സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, ആമേൻ ഹല്ലേലൂയ, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ ഒന്ന് വരുവാൻ തയ്യാറായാൽ, അല്ലെങ്കിൽ എന്റെ പ്രശ്നത്തിന്റെ നടുവിൽ ദൈവം ഇങ്ങ് ഇറങ്ങി വരട്ടെ എന്നിരിക്കാതെ നിങ്ങൾ ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ ഒന്ന് എത്തിപ്പെടുവാൻ തയ്യാറായാൽ, ആമേൻ ഹല്ലേലൂയ, നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ. ഒന്ന്, ആ സ്ത്രീ ദൈവത്തിന്റെ അടുക്കൽ, യേശു കർത്താവിന്റെ അടുക്കൽ ആമേൻ വരുവാൻ തയ്യാറായി. ആമേൻ. തടസ്സങ്ങൾ ഉണ്ടായിരുന്നിരിക്കും. ആമേൻ. ദൈവത്തിന്റെ അടുക്കൽ എത്തണമെങ്കിൽ, ദൈവസന്നിധിയിൽ എത്തണമെങ്കിൽ ഒത്തിരി തടസ്സമുണ്ട്. പലരും പറയും, നീ ആ വഴിക്ക് പോകരുത്, ആമേൻ, നീ ചെന്ന് കാല് കുത്തരുതേ, അത് നാശമാണ്. അല്ലേ സഹോദര, അല്ലേ സഹോദരി, നീ വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചതുകൊണ്ട് അനേകർ നിന്നെ പിന്തിരിക്കുന്നുണ്ട്. ആമേൻ. അതൊന്നും നടക്കത്തില്ല, നീ വെറുതെയാ പോകുന്നത്. ആമേൻ. അല്ല, നീ ഞങ്ങളോടൊപ്പം വാ. അനേകർ നിന്നെ ആമേൻ വഴിതെറ്റിക്കുന്നുണ്ട്. ആമേൻ. അതിനോടൊക്കെ നീ നോ പറയുവാൻ തയ്യാറാകുക. നിന്നെ ദൈവത്തിൽ നിന്ന് ദൈവത്തിൽ അടുക്കുന്നതിന് തടസ്സമായി ആമേൻ നിന്നെ പോകുന്ന സ്ഥാനത്ത്, നീ പ്രതീക്ഷയോടെ ഇറങ്ങി ചെല്ലുന്ന സ്ഥാനത്ത് അനേകർ നിന്നോട് നോ പറയും. അവൻ ഈ വിശ്വാസത്തിൽ നീ ഇറങ്ങി തിരിക്കരുത്. ആമേൻ ഹല്ലേലൂയ. നീ അവൻ ആഗ്രഹിക്കുന്ന ഈ സന്തോഷം നിനക്കത് കിട്ടത്തില്ല. പലരും നിന്നെ നിരുത്സാഹപ്പെടുത്തും. പക്ഷെ നീ ദൈവത്തിന്റെ അടുക്കൽ വരുവാൻ തയ്യാറായാൽ, നീ വിശ്വാസത്തോടെ ഇറങ്ങുവാൻ തയ്യാറായാൽ, നിന്റെ വിശ്വാസത്തിന്റെ അളവറ്റ വലിപ്പം കണ്ട് നിന്റെ പ്രശ്നം ഏതായാലും, നിന്റെ ആമേൻ നിന്റെ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഏത് പ്രതിസന്ധി ആയാലും പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. അതെ, നിന്റെ കുടുംബത്തെ അവൻ തൊടുവാൻ പോകുന്നു. റമന ശഖാനഗസിയ അഥാരഘടക ശംദരാദികൽഘടക രഗതനഘടകസി. ഒന്ന് കുടുംബജീവിതം നേരെയാകുവാൻ നീ കുറെ നാളുകൊണ്ട് കരയുന്നുണ്ട്, നീ കുറെ നാളുകൊണ്ട് ഉപവസിക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം എനിക്ക് ലഭിക്കണമെന്ന്, എൻ്റെ ഭർത്താവിനോടൊപ്പം സന്തോഷമായി ചില നിമിഷങ്ങൾ പങ്കിടണമെന്ന് അവൻ പലപ്പോഴും നീ അടുക്കുവാൻ ശ്രമിക്കുമ്പോൾ ചിലർ നിന്നെ പിന്മാറ്റി കളയുന്നുണ്ട്. അവൻ അവൻ കൊള്ളത്തില്ല, വേണ്ട. പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്കൊരു കുടുംബ ജീവിതം തന്നിട്ടുണ്ടെങ്കിൽ, നിനക്കൊരു ജീവിതം അപ്പൻ തന്നിട്ടുണ്ടെങ്കിൽ, അവൻ മനുഷ്യരുടെ ഇഷ്ടപ്രകാരം വലിച്ചെറിയുവാൻ നീ തയ്യാറാകരുത്. അവൻ സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, അവൻ നിന്റെ ഇഷ്ടം പോലെ, നിന്റെ ആഗ്രഹം പോലെ ഭവിക്കട്ടെ എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ നിന്നോട് പരിശുദ്ധാത്മാവ് ദൂത പറയാൻ പറയുന്നത്, അവൻ ഹല്ലേലൂയ, നിന്റെ ആഗ്രഹം പോലെ നിനക്ക് ഭവിക്കുവാൻ പോകുന്നു. നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്റെ കുടുംബ ജീവിതത്തെ കർത്താവ് പണിയുവാൻ പോകുന്നു. വർഷങ്ങൾ കൊണ്ട് ഉദരഫലമില്ലാതെ നീ വേദനയോടെ ആയിരിക്കുന്നില്ലേ? കർത്താവ് പറയുന്നു, ആമേൻ ഹല്ലേലൂയ, നിന്നോടുള്ള ആമേൻ ഹല്ലേലൂയ, അവൻ നിന്റെ വിശ്വാസത്തിന്റെ ആമേൻ ഹല്ലേലൂയ ആഴം ഞാൻ അറിയുന്നുണ്ട്. നിനക്ക് വേണ്ടി കർത്താവ് വാക്തത്വ സന്തതിയെ, നിന്നോട് അരുളി ചെയ്ത വാക്തത്വ സന്തതിയെ, നിന്നോട് അപ്രകാരം അരുളി ചെയ്തോ ആ വാക്തത്വ സന്തതിയെ കർത്താവ് നിനക്ക് നൽകുവാൻ പോകുകയാണ്. നിന്റെ വിശ്വാസം വലുതാണ്. അതെ, നിന്റെ വിശ്വാസം വലുതാണ്. കർത്താവ് നിന്നോട് ഇപ്രകാരം പറയുവാൻ പറയുന്നു, നിന്റെ വിശ്വാസം വലുതാണ്. ആമേൻ. ആ വിശ്വാസത്തിന്റെ അളവറ്റ വലിപ്പം കണ്ട് നിനക്ക് വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ. 2, അവൾക്ക് യേശുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ആമേൻ. അവൾക്ക് യേശുവിൽ ആമേൻ അതിയായ വിശ്വാസം ഉണ്ടായിരുന്നു. ആമേൻ. അത്ഭുതങ്ങളിൽ മാത്രമല്ല, ആമേൻ വീര്യപ്രവർത്തികളിൽ മാത്രമല്ല, എനിക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുവാൻ ഈ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഈ ദൈവം എൻ്റെ ദൈവമെന്ന് അവൾ ആമേൻ വിശ്വസിക്കുവാൻ തയ്യാറായി. ആമേൻ. ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് എങ്ങനെ തിരിച്ചറിയുവാൻ കഴിയും? ആമേൻ ഹല്ലേലൂയ. ദൈവത്തോട് അടുക്കുന്ന വ്യക്തിയെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. അവളുടെ വിശ്വാസം, ദൈവത്തെ ആമേൻ അനുസരിക്കുവാനുള്ള ഒരു മനോഭാവം, ആമേൻ
ആമേൻ കിട്ടുന്ന സമയം പ്രാർത്ഥിക്കുവാനുള്ളൊരു മനോഭാവം, ആമേൻ ദൈവവചനം കേൾക്കുവാനുള്ളൊരു മനോഭാവം ആമേൻ ആ കനാന്യ സ്ത്രീക്കുണ്ടായിരുന്നു. കാരണം ദൈവത്തോടുള്ള ഭക്തി, ആമേൻ ദൈവത്തോടുള്ള അതിയായ വിശ്വാസം. അവൾ പറയുന്നുണ്ട്, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ, കർത്താവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ആദ്യം അവൾ തൻ്റെ ആവശ്യമല്ല ദൈവത്തോട് പറഞ്ഞത്, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം അവൾ ദൈവത്തിന് കൊടുക്കുവാനിടയായി. കർത്താവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ഈ ദിവസങ്ങളിൽ അമ്മ നീ ദൈവത്തിന് മഹത്വം കൊടുക്കുമെങ്കിൽ, നീ ദൈവത്തെ നിനക്ക് നിന്റെ ദൈവത്തിന് വേണ്ടി നിന്നെ തന്നെ സമർപ്പിക്കുമെങ്കിൽ നിന്റെ സ്തുതിയും സ്തോത്രവും നിന്റെ വിശ്വാസവും കണ്ട് നിനക്ക് വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ആരെങ്കിലും പറയുന്നത് കേട്ട് എന്തെങ്കിലുമൊക്കെ പ്രാപിക്കാമെന്ന് പറഞ്ഞ് മാത്രം നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കരുത്. നിന്റെ വിശ്വാസത്തിന്റെ ആഴം ഈ ദിവസങ്ങൾ പരിശോധിച്ചു നോക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഒരു ആലോചന കൈമാറുകയാ. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നീ ദൈവത്തിന് കൊടുക്കുക. ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാനുള്ള സമയം നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ തയ്യാറാകുക. ആമേൻ, ഹല്ലേലൂയ. നീ മുട്ടുമടക്കുമെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൾ കർത്താവേ ദാവീദ് പുത്ര എന്ന് ആമേൻ, ഹല്ലേലൂയ, അവൾ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ ദൈവസന്നിധിയിൽ കഠിനമായി നിലവിളിച്ചു. അവൾ ദൈവസന്നിധിയുടെ അടുക്കലോളം കൃപാസനത്തോളം അവൾ എത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. 3 തൻ്റെ വലിയ പ്രതിസന്ധി കർത്താവിനോട് അറിയിച്ചു. പ്രിയ ദൈവമക്കളെ, നിന്റെ പ്രയാസം നീ ദൈവത്തോട് അറിയിക്കുവാൻ തയ്യാറായാൽ, മനുഷ്യരോടല്ല. ഒരു കഷ്ടം വന്നാൽ ആദ്യം ആരോടാ പറയണ്ടേ? നമ്മൾ ചെയ്യുന്നത് മനുഷ്യരോട്. ഒരു ആവശ്യം വന്നാൽ, 10 രൂപയുടെ ആവശ്യം വന്നാൽ ആദ്യം ആരോടാ പറയുന്നേ? മനുഷ്യരോടാ പറയുന്നത്. ചുറ്റിലും നിൽക്കുന്ന മനുഷ്യരോടാ, ചുറ്റുവട്ടത്ത് നിൽക്കുന്ന മനുഷ്യരോടാ പറയുന്നേ. ജോലിയിൽ ഒരു പ്രയാസം വന്നാൽ ഉടനെ വലിയ ഒന്നീ അഭിഷക്തന്മാരെ വിളിക്കും, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒക്കെ പറയും. നോ, അങ്ങനെയല്ല. നിന്റെ പ്രതിസന്ധിയെ, നിന്റെ കഷ്ടതയെ, നിന്റെ വേദനിപ്പിക്കുന്ന അവസ്ഥയെ നീ ദൈവസന്നിധിയിൽ ഷെയർ ചെയ്യുവാൻ തയ്യാറാകണം. മനുഷ്യരോട് പറഞ്ഞാൽ മനുഷ്യർ നിന്നെ തള്ളിക്കളയും, നിന്നെ ഒറ്റപ്പെടുത്തും, നിന്നെ നിന്ദിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്നെ പരിഹസിക്കും, നിന്നെ ചപ്പെന്നും കുപ്പയെന്നും പറഞ്ഞ് നിന്നെ ഒരു കരിയപ്പലെ പോലെ ചവിട്ടി മെതിച്ചു കളയും. പക്ഷേ നിന്റെ പ്രതിസന്ധി ദൈവത്തോട് പറഞ്ഞാലുണ്ടല്ലോ, ആമേൻ, ഹല്ലേലൂയ, നിന്നോടൊപ്പം കൂടെ ഇരുന്ന് കരയുന്ന ദൈവം, നിന്റെ നിലവിളിയുടെ ശബ്ദം കേട്ടോ നിനക്ക് വേണ്ടി മറുപടി നൽകുന്ന ദൈവം. നീ ആഗ്രഹിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിനക്ക് കിട്ടിയെന്ന് വരത്തില്ല. പക്ഷേ ആമേൻ, 1-2 ദിവസങ്ങൾ കഴിഞ്ഞാലും 1-2 വർഷങ്ങൾ കഴിഞ്ഞാലും നീ കാത്തിരുന്നാലും നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ വണ്ണം ഏറ്റവും ശ്രേഷ്ഠമായത് ഞാൻ പറയും, ചെറുതല്ല, ഏറ്റവും ശ്രേഷ്ഠമായത് ഉന്നത സ്ഥാനങ്ങൾ, ഉന്നതമായ ചില അപ്രൂവലിന് വേണ്ടി കാത്തിരിക്കുന്ന ആരൊക്കെയോ, വിസ അപ്രൂവലിന് വേണ്ടി, ഹല്ലേലൂയ, ഏതൊക്കെയോ മേഖലകളിൽ ചില അപ്രൂവലിന് വേണ്ടി, തൊഴിൽ മേഖലയിലെ ചില അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആരൊക്കെയോ, ജൂഡമന റഖാലഗസി അന്തരാധികൾ കടക രഗതനകടക ഷൈഡപരാധകൾ കടകസി. പരിശുദ്ധാത്മ വ്യക്തമായി ദൂത് പറയുന്നു, നിനക്ക് ചില അപ്രൂവലുകൾ കർത്താവ് നൽകുവാൻ പോകുക. ഏതൊക്കെ മേഖലയിലെന്ന് എനിക്കറിയത്തില്ല. ചില തൊഴിൽ മേഖല സംബന്ധിച്ച്, ചില വിസ സംബന്ധിച്ച് ചില അപ്രൂവലുകൾ നിനക്ക് കർത്താവ് നൽകുക. ഒരു പക്ഷേ അനേകർ പറയുന്നുണ്ടായിരിക്കും, ഒത്തിരി ഡോളറുകൾ കൊടുക്കേണ്ടി വരും, ലക്ഷക്കണക്കിന് രൂപകൾ കൊടുക്കേണ്ടി വരും. ആരൊക്കെയോ നിന്നെ പിന്തിരിപ്പിക്കുന്നുണ്ട്. വേണ്ട, ഇത് ഫേക്ക്, ഇട്ടിട്ട് പോകുന്നൊക്കെ. പക്ഷെ കർത്താവ് പറയുന്നു, നീ പ്രതീക്ഷിക്കാത്ത സ്ഥാനങ്ങളിലൂടെ നിന്റെ പ്രതിസന്ധി നീ ദൈവത്തോട് അറിയിക്കുവാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം, നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവം. നീ ആയിരിക്കുന്നത് മരുഭൂമിയില. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ മരുഭൂമിയെ നിർജ്ജന പ്രദേശത്തെ നീരോട്ടമുള്ളതാക്കി തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നിന്റെ വിശ്വാസം വലുതാണെങ്കിൽ, നിന്റെ പ്രത്യാശ വലുതാണെങ്കിൽ, മരുഭൂമിയിലും കർത്താവ് നീരുറവ തുറന്ന് നൽകുക തന്നെ ചെയ്യും. പ്രതീക്ഷകളെല്ലാം വറ്റിവരളുന്ന സ്ഥാനത്ത്, കടബാധ്യത കൊണ്ട് നിനക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല, മരണം മതി എന്ന വേദനയോടെ നീ ഭാരപ്പെട്ടായിരിക്കുന്നു.
വല്ലാത്ത മരണഭയം, കടബാധ്യത കൊണ്ട് വല്ലാത്ത മരണഭയം, എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയുന്നില്ല. അകത്തും പുറത്തും വല്ലാത്ത പീഡനങ്ങൾ സഹിക്കുവാൻ കഴിയാതെ നീ വല്ലാതെ വേദനപ്പെടുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ യാത്രയിൽ കർത്താവ് നിന്നെ അവൻ അധികമായി ബലപ്പെടുത്തും. ശംതാന റീബാലക ശംതരാധകൽക്കടകസി അർത്ഥപ്രൗഢവന ദീപലകടകസി. ഈ യാത്രയിൽ, ഈ മരുഭൂമിയിലെ യാത്രയിൽ നീ സഞ്ചരിക്കുന്നത് മരുഭൂമിയില. ആരോടെ പരിശുദ്ധാത്മാവ് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു ദൂത നീ ഏറ്റെടുക്കുവാൻ തയ്യാറാകുക. ഈ മരുഭൂമി, ഈ കഷ്ടതയാകുന്ന മരുഭൂമി, ഈ ചൂടാകുന്ന മരുഭൂമി, ഈ സാമ്പത്തിക ഞെരുക്കമെന്ന മരുഭൂമി, ഈ കുടുംബ ജീവിതത്തിന്റെ തകർച്ചയെന്ന മരുഭൂമി, ഈ വിദ്യാഭ്യാസത്തിന്റെ കഠിനയെന്ന മരുഭൂമി, ആമേൻ ഹല്ലേലൂയ, ആത്മീക ജീവിതത്തിലെ ആമേൻ കഠിനതയായ മരുഭൂമി, ആമേൻ ഈ കഷ്ടതയിലും ആമേൻ ഈ മരുഭൂമി നിനക്ക് അനുഗ്രഹമായി തീരുവാൻ പോകുക. റമന ശംതാന റീബാലകസിഹ അതൂരവൽ ഘടകരകതനഘടകസി. നിന്നെ സഹായിപ്പാൻ ആരുമില്ല, നിന്നെ സഹായിപ്പാൻ ആരുമില്ല. ഹാഗർ നിലവിളിച്ചതുപോലെ നീ കരയുന്നുണ്ട്. രാജ്യത്തിന്റെ ആമൻ ഏതൊക്കെയോ കോണിൽ കിടക്കുന്നുണ്ട്. നീ തലയിൽ കൈവച്ച് കരയുന്നുണ്ട്. മതി കർത്താവേ, മതി, ഇനി എനിക്ക് സഹിക്കുവാൻ കഴിയത്തില്ല, എനിക്കിനി സഹിക്കുവാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് പറയുന്നു, നീ സഹിക്കുവാൻ തയ്യാറായാൽ റമന ശഖാനഗസിയ ദീപാനക ശംദരഗദനഗടകസി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ആമൻ അതിയായ വിശ്വാസത്തോടുകൂടെ ഒന്ന് സഹിക്കുവാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി വീര്യപ്രവർത്തി ചെയ്യുവാൻ നിന്നോട് പറഞ്ഞ ആലോചനകൾ എണ്ണമിട്ട് അതെ 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 പ്രിയ സഹോദരിമാരെ, നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്ന നിന്നോട് എണ്ണമിട്ട് പരിശുദ്ധാത്മാവ് എന്തൊക്കെ ആലോചനകൾ കഴിഞ്ഞ നിമിഷം വരെ അറിയിച്ചോ, ആമേൻ ഹല്ലേലൂയ, ആ വിഷയത്തിനുള്ള മറുപടി ഇതാ നിന്റെ കരത്തിൽ കർത്താവ് നൽകുവാൻ പോകുക. ആമേൻ. ഇവിടെ ആ സ്ത്രീ തന്റെ പ്രതിസന്ധി കർത്താവിനോട് പറയുവാൻ തയ്യാറായി. ആമേൻ. എന്താണ് തന്റെ പ്രതിസന്ധി? തന്റെ മകൾ ആമേൻ ഭൂതോപദ്രവം ബാധിച്ച് ആമേൻ ഹല്ലേലൂയ കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആമേൻ. അവളുടെ മകൾ ആമേൻ ഭൂതോപദ്രവം ആമേൻ ബാധിച്ച് ആമേൻ ഹല്ലേലൂയ ആമേൻ വല്ലാത്ത കഠിനമായ അവസ്ഥ. അറിയാമല്ലോ, പിശാചിനാൽ ബാധിക്കപ്പെട്ടവർ ആമേൻ ഹല്ലേലൂയ ആമേൻ പിശാചിനാൽ ഒരു ഭ്രാന്തി എങ്ങനെയാണോ അതുപോലെ അവസ്ഥ. അല്ലേ മാതാവേ, അല്ലേ പിതാവേ, നിന്റെ കുടുംബം അങ്ങനെ ഒരു ഭ്രാന്തിന്റെ അവസ്ഥയിൽ കൂടെയാ പോകുന്നത്. സഹിക്കുവാൻ കഴിയുന്നില്ല, നീറുന്ന പ്രശ്നങ്ങൾ ആമേൻ ആരോടും പറയുവാൻ കഴിയുന്നില്ല. മക്കളുടെ ആമൻ ഈ കഠിനത, ഈ ഡിപ്രഷൻ മൂഡ് സഹിക്കുവാൻ കഴിയുന്നില്ല. ആരൊക്കെയോ മാനസികമായി സംഘർഷം അനുഭവിക്കുന്നവർ, ഇതൊരു ബാധയാണെന്നേ, ഇതൊരു പിശാചാണെന്നേ വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ തലമുറയുടെ മേൽ വ്യാപരിക്കുന്ന ആ പൈശാചിക ബന്ധനത്തെ കർത്താവ് ഇന്ന് രാത്രി അഴിക്കും. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെ നീ അതിനെ നോക്കി പ്രവചിക്കും. നിന്റെ തലമുറയെ നീ നോക്കി പ്രവചിക്കുക. ആമേൻ ഹല്ലേലൂയ. ഭൂതോപദ്രവം ബാധിച്ച ആമേൻ ഹല്ലേലൂയ ആമേൻ മാനസിക ഡിപ്രഷനിലേക്ക് കടന്നുപോയിരിക്കുന്ന നിന്റെ തലമുറയെ നോക്കി നീ പ്രവചിക്കുക. നിന്റെ ഭാര്യയെ നോക്കി പ്രവചിക്കുക. നിന്റെ ഭർത്താവിനെ നോക്കി പ്രവചിക്കുക. നിന്റെ സഹോദരനെ നോക്കി പ്രവചിക്കുവാൻ തയ്യാറാക്കുക. ചില ഡിപ്രഷനുകളെ ആമേൻ കർത്താവ് സൗഖ്യമാക്കുവാൻ പോകും. ഈ മാനസിക സംഘർഷം ആമേൻ ഡിപ്രഷന് മെഡിസിൻ എടുക്കുന്നുണ്ട്, അല്ലാതെ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല. ചിന്തകളാ, വല്ലാത്ത ചിന്തകളാ, ആമേൻ അതിനെ മാറ്റിവെക്കുക. ആമേൻ നീ ദൈവസന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ ദൈവത്തോടും നിന്റെ പ്രതിസന്ധിയെ പറയുവാൻ തയ്യാറാകുക. ഒരു പക്ഷേ ആമേൻ നിനക്ക് നാണക്കേടായിരിക്കും ആമേൻ ദൈവത്തോട് പറയുവാൻ. ആമേൻ ഞാൻ ഈ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു, ഞാൻ ഈ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നു, എൻ്റെ പ്രശ്നം പരിഹരിക്കുവാൻ അല്ലെങ്കിൽ ഈ നാറ്റം വമിച്ച അവസ്ഥയെ പരിഹരിച്ചു തരുവാൻ ആർക്കറിയാം. ചിലത് മറക്കുവാൻ കഴിയുന്നില്ല. അതെ, ഭർത്താവിനെ കുറിച്ചുള്ള ചില തെറ്റായ ആമേൻ ചിന്തകൾ, നീ കണ്ട ചില കാഴ്ചകൾ, കേട്ട ചില ആമേൻ അനുഭവങ്ങൾ, അതിനെ മറക്കുവാൻ കഴിയുന്നില്ല. ഇത് നിന്റെ ഹൃദയത്തിനകത്ത് ചിന്തിച്ച് വല്ലാത്തൊരു ഭൂതമാണ് നിന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ ഭാര്യയെ കുറിച്ചുള്ള ചില കൺസെപ്റ്റുകൾ ആമേൻ അതൊരു ഭൂതമാണെന്നേ നിന്നെ എങ്ങനെ ചിന്തിപ്പിക്കുന്ന, നിന്നെ എങ്ങനെ മോശം സാഹചര്യത്തിലേക്ക് കടത്തിവിടുന്ന ആ പന്ന പിശാചിനെ ഒന്ന് കൊടഞ്ഞു കളയുവാൻ തയ്യാറാകുക. ഇതൊരു ഭൂതോപദ്രവമാണെന്ന് പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ ദൂത് കൈമാറുക. നിന്റെ കുടുംബ ജീവിതത്തെ തകർക്കുവാൻ കൊണ്ടിടുന്ന ആ ചിന്തയുണ്ടല്ലോ, അതിനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുക. ചൂടാമന റക്കാലകസ്. നീ മനുഷ്യരോട് പറയാൻ നിൽക്കണ്ട. നിന്റെ ആ പ്രതിസന്ധിയെ, നിന്റെ ആ പ്രശ്നത്തെ ദൈവവുമായി പങ്കിടുവാൻ തയ്യാറാകുക. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇവിടെ അമ്മൻ ആ സഹോദരി തൻ്റെ പ്രതിസന്ധിയെ കർത്താവിനോട് അറിയിച്ചു. അമ്മൻ നമുക്കവിടെ കാണുവാൻ കഴിയും. എന്നിട്ടും കർത്താവ് ആമേൻ ഹല്ലേലൂയ അവളുടെ പ്രതിസന്ധിക്ക് അപ്പോൾ മറുപടി കൊടുത്തില്ല. അവൾ വിശ്വാസത്തിൻ്റെ ആമൻ 3 ആമൻ പരീക്ഷയിൽ കൂടെ അവൾ കടന്നു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ആ
പരീക്ഷ അവളെ ശക്തിയേറിയ വിശ്വാസത്തിലേക്ക്, അതിയായ വിശ്വാസത്തിലേക്ക് അവളെ പണിതെടുക്കുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അവൾ കർത്താവിനോട് അറിയിക്കുകയാണ്, ആമേൻ ഹല്ലേലൂയ, എൻ്റെ ആവശ്യം ഇതാണ്, എൻ്റെ മകൾ ഭൂതോപദ്രവം ബാധിച്ച് കിടപ്പുണ്ട്. ആമേൻ. അപ്പോൾ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, ആമേൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകൾക്കിടയിലേക്കല്ലാതെ ആമേൻ എന്നെ അയച്ചിട്ടില്ല. ആമേൻ. എന്നിട്ടും ആ വാക്കിൻ്റെ മുമ്പിൽ അല്പം പോലും അവളുടെ വിശ്വാസം പതറാതെ അവൾ മുൻപോട്ട് കടന്നു പോകുന്ന 2 മക്കളുടെ അപ്പം എടുത്ത് ആമേൻ നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറയുന്നു. അവളുടെ വിശ്വാസം ഒന്ന് ആമേൻ അടുത്ത വാക്യത്തിൽ നമുക്കവിടെ കാണുവാൻ കഴിയും. അതിനവൾ കർത്താവേ, ആമേൻ ഹല്ലേലൂയ, നായ്ക്കുട്ടികളും ഉടയവന്റെ മേശയിൽ നിന്ന് വീഴുന്ന ആമേൻ നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമുക്കവിടെ കാണുവാൻ കഴിയും അവളുടെ ശക്തമായ വിശ്വാസം. ആ വാക്കിൻ്റെ ആമേൻ ആ സെന്റൻസിന്റെ അർത്ഥം ഇതാണ്, ആമേൻ, ഒരു നുറുക്ക് ശക്തി മതി, ഒരല്പം ശക്തി മതി, നിന്റെ ആമേൻ വായിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ചെറിയ വാക്ക് മതി, ആമേൻ, സൗഖ്യമാകട്ടെ എന്ന് പറയുന്ന ഒരു വാക്ക് മതി, വേണ്ട നീ ഒന്ന് കൈ ഇങ്ങനെ ഒന്ന് കുടഞ്ഞാൽ മതി, സൗഖ്യം സംഭവിക്കും, എൻ്റെ മകളുടെ ബാധ എവിടെ മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. അവളുടെ വിശ്വാസം ആമേൻ ശക്തിപ്പെട്ടതല്ലാതെ ആമേൻ ഹല്ലേലൂയ അല്ലെങ്കിൽ ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഇത്രയും പ്രത്യാശയോടുകൂടെ ആമേൻ മറുപടി ആമേൻ പറയുവാൻ, ആമേൻ ചോദ്യം ചോദിക്കുവാനുള്ള തക്കതായ വിശ്വാസം ആമേൻ നമുക്കുണ്ടാകും. അവളുടെ അതിയായ വിശ്വാസം അതൊരു വല്ലാത്ത ആമേൻ ഹല്ലേലൂയ പ്രശംസ തന്നെയാണ്. അവളുടെ ആമേൻ വിശ്വാസത്തെ കർത്താവ് അഭിനന്ദിക്കുവാനിടയായി. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞത്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്. അതൊരു വലിയ അഭിനന്ദനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ മനുഷ്യരുടെ അഭിനന്ദനങ്ങൾ കേൾക്കുവാൻ നിൽക്കരുതേ. ആമേൻ. നീ ദൈവസന്നിധിയിൽ നിന്റെ പ്രതിസന്ധികളെ ഇറക്കി വെക്കുവാൻ തയ്യാറായ ലോകത്തിന്റെ പ്രശംസ നിനക്ക് വേണ്ട. ലോകം തരുന്ന പ്രശംസ അവർ അല്പസമയം കഴിയുമ്പോൾ നിന്നെ വലിച്ചു താഴേക്കിടും. അതുകൊണ്ട് ലോകത്തിന്റെ പ്രശംസയ്ക്ക് പിന്നാലെ നീ പോകരുതേ. അഭിഷക്തനെ കുടുംബമേ, ലോകം തരുന്ന എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞ് നീ ലോകത്തിന്റെ പിന്നാലെ ഓടരുതേ. നിന്നെ വിളിച്ചത് കർത്താവ്. നിന്റെ അതിയായ വിശ്വാസം ഒന്ന് ജ്വലിപ്പിക്കുവാൻ തയ്യാറാകുക. നിന്റെ വിശ്വാസം ജ്വലിപ്പിക്കുവാൻ തയ്യാറാകുക. നിന്റെ പ്രത്യാശ അവൻ വർദ്ധിപ്പിക്കുവാൻ തയ്യാറാകുക. നീ പട്ടുപോകത്തില്ലെന്ന്, നീ വഴിയിൽ തളർന്നു പോകത്തില്ലെന്ന്, നിനക്ക് വേണ്ടത് തന്ന് പോഷിപ്പിക്കുവാൻ, നിന്റെ കുടുംബത്തിന് വേണ്ടത് തന്ന് പോഷിപ്പിക്കുവാൻ, അതേ നിന്റെ തലമുറയ്ക്ക് വേണ്ടത് തന്ന് പോഷിപ്പിക്കുവാൻ കർത്താവ് മതിയായവരാണ്. ഹല്ലേലൂയ. അവളുടെ വിശ്വാസം വർദ്ധിച്ചതും അവളുടെ ആമേൻ അതിയായ വിശ്വാസത്തെ കണ്ട് കർത്താവ് അഭിനന്ദിച്ചിട്ട് ആമേൻ അവളുടെ മകളുടെ ഭൂതത്തെ അവൻ വീട്ടിൽ പോയി ശാസിച്ച നല്ല ആമേൻ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ആമേൻ അവനായിരുന്ന സ്ഥാനത്ത്, യേശു കർത്താവായിരുന്ന സ്ഥാനത്ത് ആമേൻ നിന്ന് ആമേൻ അവളുടെ ഭൂതത്തെ ആമേൻ പുറത്താക്കുവാനിടയായി. അവളുടെ വിശ്വാസം വലിയതെന്ന് കർത്താവ് കൽപ്പിച്ചപ്പോൾ തന്നെ ആമേൻ ഹല്ലേലൂയ ആ സ്ത്രീയുടെ മകളുടെ ഭൂതോപദ്രവം മാറി അവൾ സന്തോഷം അനുഭവിക്കുവാനിടയായി. അതേ മാതാവേ, നാളുകൾ കൊണ്ട് നിന്റെ ഭവനത്തിനകത്ത് അനുഭവിക്കുന്ന അസമാധാനം, അതേ സഹോദരി വർഷങ്ങൾ കൊണ്ട് നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് അനുഭവിക്കുന്ന ആമേൻ സ്വസ്ഥതയില്ലായ്മ, നിന്റെ വ്യസനം ദൈവത്തോട് പങ്കുവയ്ക്കുവാൻ തയ്യാറായാൽ, നിന്റെ തലമുറയെ കുറിച്ചുള്ള വേദനയുള്ള നിമിഷങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ പങ്കുവയ്ക്കുവാൻ തയ്യാറായാൽ, മദ്യപാനിയായ നിന്റെ തലമുറയുടെ വിഷമത്തെ ദൈവത്തോട് പറയുവാൻ തയ്യാറായാൽ, മദ്യപാനിയായ നിന്റെ ഭർത്താവിന്റെ ആമേൻ സങ്കടകരമായ അവസ്ഥയെ ദൈവത്തോട് പറയുവാൻ തയ്യാറായാൽ, നിന്റെ പ്രതിസന്ധിയെ കർത്താവ് മാറ്റിത്തരും. നിന്റെ വിശ്വാസം വലിയതെന്ന് ആമേൻ, നിന്റെ വിശ്വാസം വലുതാക്കുവാനൊന്ന് തയ്യാറായാൽ ആമേൻ വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ കഷ്ടത ഉണ്ടാകത്തുന്നില്ല. കനാന്യ സ്ത്രീക്ക് പരീക്ഷണം നേരിട്ടുവെങ്കിൽ ആമേൻ വിശ്വാസത്തിന്റെ പരിശോധന അവളെ പണിതെടുത്ത് കൊണ്ടുവന്നുവെങ്കിൽ അവളെ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ കർത്താവ് പണിതെടുത്തുവെങ്കിൽ ഇന്ന് പോകുന്ന പ്രിയ കുടുംബമേ, നിങ്ങളുടെ കഷ്ടത, നിങ്ങളുടെ പ്രയാസം, തൊഴിൽ മേഖല നിൽക്കുവാൻ കഴിയാതെ വണ്ണം അസഹനീയമായ പ്രശ്നം, ഇതിൽ നിന്ന് നീ പണിതെടുക്കുവാൻ പോകുക. നിന്നെ പണിതെടുക്കുന്ന ദൈവത്തിന്റെ കരം, അതെ നിന്നെ പണിതെടുക്കുന്ന ദൈവത്തിന്റെ കരം. നിന്റെ വിശ്വാസം വലുതാകട്ടെ, നിന്റെ പ്രത്യാശ വലുതാകട്ടെ. ദൈവത്തെ മുറുകെ പിടിക്കുവാൻ തയ്യാറായ ആമേൻ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ തയ്യാറായ, നിന്റെ ഏത് പ്രതിസന്ധിയും ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുവാൻ
തയ്യാറായാൽ ആമേൻ കർത്താവും നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഇന്ന് പകലിലും പരിശുദ്ധാത്മാവ് പറയുന്നു, അതേ നിങ്ങളുടെ വിശ്വാസം വലുത്. ആമേൻ, നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. ഇന്ന് രാത്രിയിലും കണ്ണുകൾ അടച്ചാട്ടെ. റിമാനക ശന്തരാരകൽക്കടകസി ഉദരഫലമില്ലാത്തവർ വിശ്വാസത്തോടെ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഉദരഫലം എന്ന വാഗ്ദത്തം രോഗികളായിരിക്കുന്നവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. അധ്വാനിച്ച നന്മകൾ മുഴുവൻ ആമേൻ വൈദ്യശാസ്ത്രത്തിൽ കളഞ്ഞു. ആമേൻ, ഇനി മുൻപോട്ട് പോകുവാൻ നന്മകളൊന്നുമില്ല. രോഗങ്ങൾ സൗഖ്യമാകുവാൻ പോകുന്നു. കുടുംബത്തിനകത്തുള്ള അസമാധാനങ്ങൾ, ലോകം തരാത്ത സമാധാനം ദൈവം ചില കുടുംബങ്ങൾക്കകത്ത് അയക്കുവാൻ പോകുന്നു. ചില അപ്രൂവുകൾ, വിസ അപ്രൂവലുകൾ, ജോലി മേഖലയിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, തൊഴിൽ മേഖലയിൽ വർധനവ്, ശമ്പളത്തിൽ വർധനവ്, ആമേൻ നഷ്ടമായി പോയ നന്മയുടെ മടങ്ങിവരവ്, കടബാധ്യതകൾ മാറി, കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിച്ചു, തലമുറകൾക്ക് നല്ല ഭാവി ഉണ്ടായി, വിദ്യാഭ്യാസങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. ആമേൻ, പരിശുദ്ധാത്മാവ് എന്നെ ഇങ്ങനെ ഒരു ആമേൻ കാഴ്ച കാണിക്കുന്നു. അവൻ ഒരു ദൂത് കൈമാറുവാൻ പറയുന്നു. അവൻ കടബാധ്യത സംബന്ധിച്ചു ചില വസ്തുക്കൾ, ഭവനങ്ങൾ വിൽക്കുവാൻ ഇട്ടിട്ടുണ്ട്. കടന്നു വരുന്ന കച്ചവടക്കാരെ ചന്നാഭിന്നമാക്കുന്ന മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറി പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ല വിലയിൽ കച്ചവടം നടക്കുകയാ. റീമാനക ശബ്ദരാരകൾ അർത്ഥപ്രൗഢന അപ്പായി ജനത്തെ അടിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹമായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നു സ്കിൽക്ക് തമ്മിലേക്ക് നിങ്ങൾ വിളിക്കുക. വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര്, സ്ഥലം, പ്രാർത്ഥനാ വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടിടുക. കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. രാവിലെ 11 മണി മുതൽ 1 മണി വരെ നിങ്ങൾ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കൂടാതെ ഞായറാഴ്ചകളിലും അനുഗ്രഹിക്കപ്പെട്ട സമാരാധനയുണ്ട്. രാവിലെ ആമേൻ 10 മണി മുതൽ 12 മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കുവാനായി തരും. ഈ മെസ്സേജ് അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ അനേകരിലേക്ക് ഷെയർ ചെയ്യുക. ഇത് വിടുതലിനും അനുഗ്രഹത്തിനും ദൈവപ്രവർത്തിക്കും കാരണമായി തീർക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.